ഹായ് മകളെ, +1 വിദ്യാർത്ഥികളാണ്. ഒരുപക്ഷെ ഒരുപാട് പ്രതീക്ഷയുമായിട്ടായിരിക്കും നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ +1ലേക്ക് എത്തുന്നത് അല്ലേ. മറ്റൊരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പോലും ഇത്ര അധികം പഠിച്ചിട്ടുണ്ടാവില്ല. നേരെ തിരിച്ചുള്ള ആൾക്കാരുണ്ട് കേട്ടോ. എന്തിനാണ് ഈ ഒരു വീഡിയോ കാണാൻ വരുന്ന ആളുകൾ ഞാൻ പറഞ്ഞ ആദ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. കാരണം രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഒരു വീഡിയോ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ 5 മണിക്ക് ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങൾ അഭിനന്ദിക്കട്ടെ, കാരണം നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞു. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻജോയ് ദ ജേണി നോട്ട് ദ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്തോ ആവട്ടെ. അത് ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ A+ കിട്ടിയേക്കാം, ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. അതൊക്കെ ഡിപ്പെൻഡാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു ഖേദം അല്ലെങ്കിൽ ഒരു കുറ്റബോധം വരുന്ന സാഹചര്യമുണ്ട്. എപ്പോഴാണെന്നറിയോ, ഞാൻ ഇതൊന്നും കൂടി നോക്കിയിരുന്നുവെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടുമായിരുന്നു എന്നൊരു ചിന്തയാണ് നമുക്ക് കുറ്റബോധം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ചൊരു കുട്ടിക്ക്, ഓരോരുത്തർക്കും ഡിഫറൻറ്റ് സ്കില്ലുകളാണ്, ഡിഫറൻ്റ് ആണ്. ഓരോ കുട്ടിയും പഠിക്കുന്ന രീതിയും എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ദൈവം ഒരേ കഴിവ് കൊടുക്കണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, അത് തന്നെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. പരീക്ഷ ടഫ് ആവട്ടെ എളുപ്പമാവട്ടെ, അത് ഡിപ്പെൻഡ്, അത് മാറ്റി വെക്കുക. അതിനെപ്പറ്റി നിങ്ങൾ ഇനി ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും. ഈ കാലഘട്ടത്തിൽ, അതായത് ലാസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് മാക്സിമം നിങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ദാറ്റ്സ് ഇനഫ്. നിങ്ങൾ ഇപ്പോൾ തന്നെ വിജയിച്ചവരാണ്. ഇനി എക്സാം ടഫ് ആവുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എന്നെ ആലോചിച്ചാൽ മതി. +1 സയൻസ് എടുത്തൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. +1 മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എനിക്ക് B+ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ മാത്തമാറ്റിക്സിനെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ സൈലത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. അപ്പോൾ ഞാൻ അവിടെ കണ്ട എൻ്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞത്, ഞാൻ ആ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി മാക്സിമം എൻ്റെ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളിലൊന്നായിരുന്നു മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. സോ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു, എനിക്ക് വിജയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതിൽ സന്തോഷം. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇതിൽ A+ കിട്ടുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരുടെ സന്തോഷം എക്സ്ട്രീമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് A+ ഫുൾ മാർക്കോ നിങ്ങൾ വിചാരിച്ച മാർക്ക് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ആലോചിക്കുക. തീർച്ചയായിട്ടും അത് ഒരുപക്ഷെ നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യും. കാരണം നമ്മുടെ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മതിയാണ്, വേറെ ഒന്നും നോക്കേണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ മോഡൽ എക്സാം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. അടിപൊളിയായിട്ട് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഫുൾ പോസിറ്റീവ് മൈൻഡിൽ പോയാൽ മതിടാ, വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. ഒരുപാട് പ്രതീക്ഷ എന്ന് വെക്കുന്നതിന് പകരം നിങ്ങൾ ഫുൾ പോസിറ്റീവ് മൈൻഡിൽ പോകും. എന്തോ ആവട്ടെ, ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചല്ലോ, അങ്ങനെ മതി. ടെൻഷൻ കൂടുന്ന സമയത്ത് നിങ്ങളോട് പറയുക, എൻ്റെ മാക്സിമം ശ്രമിച്ച് കഴിഞ്ഞതാണ്, പിന്നെ ഇതിനെ ഞാൻ ടെൻഷൻ അടിക്കുന്നത്. പിന്നെ പോകുമ്പോൾ ബോക്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ പ്രസാദ് ലേണിംഗ്. ബൈ.